പശ്ചിമ ബംഗാളിലെ യുവാക്കൾ ഒന്നടങ്കം ആർ എസ് എസിലേക്ക് പശ്ചിമ ബംഗാളിലെ യുവാക്കൾ ചേരാനുള്ള കാരണം കാശ്മീർ ഇനി ആവർത്തിക്കരുത് എന്ന ചിന്താഗതി. ഭാസ്കരൻ നായർ അജയൻ എഴുതിയ ഒരു പോസ്റ്റിലേക്കാണ്. പശ്ചിമ ബംഗാളിൽ ലക്ഷക്കണക്കിന് യുവാക്കൾ ഇപ്പോൾ ഒരു വിപ്ലവത്തിന്റെ പാതയിലാണ്. കാശ്മീരിൽ ഹിന്ദുക്കൾ സഹിച്ച കൂട്ടപ്പലായനം അത് പശ്ചിമ ബംഗാളിൽ ഉണ്ടാകാൻ പാടില്ല. 1946 ഡയറക്ട് ആക്ഷൻ ഡേ പോലുള്ള ഹിന്ദു വംശഹത്യക്ക് തടയിടാനും അഭിമാനത്തോടെ ജീവിക്കാനും ഇവിടുള്ള യുവാക്കൾ RSS ശാഖ തേടിയെത്തുന്നു. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്പർ 1 മാവോയിസ്റ്റ് ആശയക്കാരായ ടെലഗ്രാഫ് പത്രം. ബംഗാളിൽ കാവി പ്രളയം, ഭയത്തിന്റെ ഇരുമ്പ് മറകൾ പൊട്ടി, ഹിന്ദു ഉണർവിന്റെ ക്യൂ എന്നാണ് ഭാസ്കരൻ നായർ അജയൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു കാലത്ത് മാസന്റെ ഏംഗൽസിന്റെ ഒക്കെ പൊള്ളയായ തൊഴിലാളി സ്നേഹം മുഴക്കിയ ബംഗാൾ എന്ന സംസ്ഥാനം വിപ്ലവത്തിന്റെ ചുവന്ന കൊടി പാറിപ്പറന്ന വീഥികളിൽ ഹിന്ദുവിന്റെ ചോര വീണപ്പോൾ, ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ, ഹിന്ദു പെൺകുട്ടികൾ നിലവിളിച്ചപ്പോൾ ആ വിപ്ലവകാരികളെ ആരും കണ്ടില്ല. അവർ എവിടെയായിരുന്നു? കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ 34 വർഷങ്ങൾ, 1977 മുതൽ 2011 വരെ 34 നീണ്ട വർഷങ്ങൾ CPM എന്ന ചുവന്ന ഭൂതം ബംഗാളിന്റെ മണ്ണിനെ കീഴടക്കി. വർഗസമരം എന്ന പേരിൽ ഹിന്ദുവിനെ വേട്ടയാടി. നന്ദിഗ്രാമിലും സിംഗൂറിലും മാത്രമല്ല, ഗ്രാമാന്തരങ്ങളിൽ സംഘപ്രചാരകന്മാരെ വെട്ടിനുറുക്കി. ശാഖയിൽ പോകുന്നത് രാജ്യദ്രോഹമായി. കാവിഷട്ടിട്ടവനെ സാമുദായികവാദി എന്ന് മുദ്രകുത്തി. ഹിന്ദു എന്ന് പറയാൻ പോലും ഭയപ്പെട്ട കാലം. പിന്നെ വന്നത് TMC. പച്ചയുടെ ഭരണം. മാറ്റം വന്നില്ല, മുഖം മൂടി മാത്രം മാറി. മതം മാറാൻ നിർബന്ധിച്ചു. ഹിന്ദു ഉത്സവങ്ങൾക്ക് നിരോധനം, ദുർഗാപൂജയ്ക്ക് കോടതി കയറേണ്ട ഗതികേട്, മുഹറത്തിന് വഴിമാറിക്കൊടുക്കാൻ ഹിന്ദുവിന്റെ വിശ്വാസത്തെ ചവിട്ടിമെതിച്ചു. ഇതേ CPM TMC പ്രവർത്തകർ തന്നെയാണ് ഹിന്ദുവിനെ ഭീഷണിപ്പെടുത്തി മതപരിവർത്തനത്തിന് നിർബന്ധിച്ചത്. അന്ന് ഹിന്ദുവിന്റെ കണ്ണുനീർ തുടച്ചത് RSS മാത്രം. വീട് കത്തിച്ചപ്പോൾ പുനരധിവസിപ്പിച്ചത് സംഘം. പെൺകുട്ടികളെ രക്ഷിച്ചത് സ്വയം സേവകർ. കേസിൽപ്പെട്ടവന് വക്കീലായത്, ജയിലിൽ പോയവന്റെ കുടുംബം നോക്കിയത് ഒക്കെ RSS. ഭയം കൊണ്ട് ആരും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ ഞങ്ങളുണ്ട് എന്ന് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞത് ഈ കാവിപ്പട മാത്രം. ഇന്ന് ബംഗാൾ ഉണരുന്നു. കാലം മാറി. ഭയത്തിന്റെ ഇരുമ്പ് മറകൾ തകരുന്നു. ബംഗാൾ ഉണരുന്നു. ഒരു കാലത്ത് ശാഖയിൽ പോയാൽ അന്ന് കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയ ഒരു നാട്. അവിടെ ഇന്ന് RSSൽ ചേരാൻ യുവാക്കളുടെ ക്യൂ. ദ ടെലഗ്രാഫ് പറയുന്നത് കേട്ടാൽ, സി ന്യൂസിന്റെ DNA റിപ്പോർട്ട് പറയുന്നത് കേട്ടാൽ, BJP സർക്കാർ വന്ന ശേഷം ഒരു മാസത്തിനുള്ളിൽ മാത്രം 1 ലക്ഷം ഓൺലൈൻ അപേക്ഷകൾ. പഴയതിനേക്കാൾ എത്ര ഇരട്ടിയാണെന്ന് അറിയണ്ടേ? 5 ഇരട്ടി. ഇത് ഓൺലൈൻ കണക്ക് മാത്രം. ഓഫ്ലൈൻ വഴി ശാഖയിൽ നേരിട്ട് ചെന്ന് അംഗത്വം എടുക്കുന്നവരുടെ എണ്ണം ഇതിലും എത്രയോ വലുതാണ് എന്ന് ഭാസ്കരൻ നായർ അജയൻ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഭയമായിരുന്നു എന്ന് ഇന്ന് ജനങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്നില്ല. ഇപ്പോൾ ഭയം മാറി എന്ന് സാധാരണക്കാരൻ പറയുന്നു. അതാണ് സത്യം. ഭയം മാറുമ്പോൾ ഹിന്ദു ഉണരും. ഹിന്ദു ഉണരുമ്പോൾ ഭാരതം ഉണരും. ഇത് ബംഗാളിൽ മാത്രമല്ല എന്നുകൂടി മനസ്സിലാക്കുക. 2013 42,981 ശാഖകൾ ഉണ്ടായിരുന്ന RSSന് 2026 ആയപ്പോൾ 88,949 ശാഖകൾ, 107% വർധനവ്. ദിവസം 10 പുതിയ ശാഖകൾ. കഴിഞ്ഞ ഒരു വർഷം മാത്രം 5,820 പുതിയ ശാഖകൾ. ഇത് വെറും കണക്കല്ല, ഹിന്ദു ഉണർവിന്റെ സുനാമിയാണ്. ജമ്മു കാശ്മീരിന്റെ ഓർമ്മപ്പെടുത്തൽ. ബംഗാളിൽ ഇനി ഒരു ജമ്മു കാശ്മീർ ആവർത്തിക്കരുത്. കാശ്മീരി പണ്ഡിറ്റുകളുടെ കഥ മറക്കരുത്. രാത്രിക്ക് രാത്രി സ്വന്തം മണ്ണിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടവർ. റാലിവ് ഗാലിവ് ചാലിവ്, മതം മാറുക, ചാവുക, ഓടുക എന്ന മുദ്രാവാക്യം മുഴങ്ങിയപ്പോൾ കൂടെ നിന്നത് ആരും ഉണ്ടായിരുന്നില്ല. ബംഗാളിൽ ആ ദുരന്തം ആവർത്തിക്കരുത്. അതുകൊണ്ടാണ് ഇന്ന് ഹിന്ദു RSSന്റെ കൂടെ അണിനിരക്കുന്നത്. വിഭജന കാലത്ത് കോടിക്കണക്കിന് ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അവിടെയെല്ലാം ഇന്ന് എന്ത് സംഭവിച്ചു? പാകിസ്ഥാനിൽ 23% ഹിന്ദു ജനസംഖ്യ ഇന്ന് 1.6%. ബംഗ്ലാദേശിൽ 30% ഇന്ന് 7.9%. ബാക്കിയുള്ളവർ എവിടെ പോയി? കൊല്ലപ്പെട്ടു, മതം മാറ്റപ്പെട്ടു, ഓടിക്കപ്പെട്ടു. ഇന്ന് ബംഗ്ലാദേശിൽ ദിനംപ്രതി ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു. വിഭജന കാലത്ത് കോടികൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 10 ലക്ഷത്തിൽ താഴെ മാത്രം. ഇതാണ് സെക്യുലറിസത്തിന്റെ വില. ഇതാണ് സഹിഷ്ണുതയുടെ ഫലം. ഇത് രാഷ്ട്രീയമല്ല, ഇത് അതിജീവനമാണ്, സ്വത്വത്തിന്റെ പോരാട്ടമാണ്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു സംസ്കാരം, ഒരു നാഗരികത നിലനിൽക്കണോ വേണ്ടയോ എന്ന ചോദ്യമാണ്. സ്വാമി വിവേകാനന്ദൻ ജനിച്ച മണ്ണ്, ശ്രീ അരബിന്ദോയുടെ കർമ്മഭൂമി, ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം പാടിയ മണ്ണ്, നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ബംഗാൾ. ആ ബംഗാൾ തിരിച്ചു വരികയാണ്. ഭയം മാറി, മൗനം ഭേദിച്ചു. ഇനി ക്യൂ നിൽക്കുന്നത് ശാഖയ്ക്ക് മുന്നിലാണ്. ഇനി മുഴങ്ങുന്നത് ഭാരത് മാതാ കി ജയ് ആണ്. ഇനി തിരിച്ചു പോക്കില്ല. വന്ദേ മാതരം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.